ഒന്നൊന്നര അവിഹിത കഥയാണ് മക്കളെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇത് സാധാരണ രീതിയിലുള്ള അവിഹിത കഥ ഒന്നുമല്ല കേട്ടോ. ഭാര്യ ഭർത്താവിനെ പറ്റിച്ച രീതിയിലുള്ള കഥകളൊന്നല്ല. പിന്നെന്താണ്, ഞാൻ പറഞ്ഞുതരാം, ശരിക്കും നിങ്ങൾ കേട്ടോളൂ. ഒരു പെണ്ണ് ഭർത്താവിനെയും 3 മക്കളെയും ഉപേക്ഷിച്ച് വേറൊരുത്തനും കൂടെ ഇറങ്ങി പോകുന്നു. ഇത് സാധാരണ നടക്കുന്നതാണ്, പക്ഷെ ഇത് പറയാതിരിക്കാൻ കഴിയൂല. കാരണം ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ടിസ്റ്റ് വരുന്നത്. ഓക്കെ, അങ്ങനെ ഇവൾ ഇറങ്ങിപ്പോയി. അങ്ങനെ ഇവൾ ഇറങ്ങിപ്പോയ കാമുകൻ എന്താക്കുന്നു, അവന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഇവളെ നൈസായിട്ട് ഉപേക്ഷിക്കുന്നു. അത് ഇനി ഇവൾ ആ കാമുകൻ ഉപേക്ഷിച്ചതാണോന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം നമ്മുടെ കഥാനായക അങ്ങനെ ഒരാളാണ്. അതുകൊണ്ട് ഇതിനൊന്നും പറയാൻ പറ്റൂല. ചിലപ്പോൾ സുഖം പോരാഞ്ഞിട്ട് ഓളോനെ ഒഴിവാക്കിയതാവും. എന്തായാലും അതിനുശേഷം അവളുടെ ജീവിതത്തിലേക്ക് മറ്റൊരുത്തം വരുന്നു. ഇവന്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഇവൻ ഇവളുടെ എല്ലാ ഹിസ്റ്ററിയും അറിഞ്ഞുകൊണ്ട് തന്നെ ഇവള് സ്വീകരിക്കുന്നു. അങ്ങനെ 2 വർഷമായിട്ട് ഇവർ ഒരുമിച്ച് താമസിക്കുകയാണ്. പക്ഷെ അതിനിടയിൽ ഇവൾക്ക് പിന്നെയും കഴുപ്പ് മൂക്കുന്നു. അങ്ങനെ ഇവൾ എന്താക്കുന്നു, വേറൊരുത്തനുമായി റിലേഷനിലാവുന്നു. അവന്റെ കൂടെ ലോഡ്ജിൽ മറ്റു റൂമുകൾ എടുക്കുന്നു, പരിപാടികൾ നടത്തുന്നു. അത് മറ്റവൻ അറിയുന്നു. അങ്ങനെ ഇവനെ ഇവൾ എടുത്ത് പെരുമാറുന്നു. ശേഷം ഇവൾ അവിഹിതത്തിന് പോയ കഥകൾ ഇവളെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് ചില വീഡിയോകൾ ചെയ്യുന്നു. ഈ വീഡിയോകൾ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആണ്. നമുക്ക് എന്തായാലും ആ വീഡിയോകളൊന്ന് കണ്ടു നോക്കാം. സത്യം ഓല് കേസ് കൊടുക്കും. സത്യം ഫോണിന്റെ കയ്യിലുണ്ടല്ലോ, സത്യം പോലെ പറയും. കൈയെടുക്ക്, എത്ര വട്ടം എൻ്റെ കൂടെ പോയിക്കണം? കൈയെടുക്ക്, എത്ര വട്ടം എൻ്റെ കൂടെ പോയിക്കണം? അതിന് മുമ്പേ എനിക്ക് ഞാൻ വേണോ ആദ്യം പറ. സിമ്പിളായിട്ടുള്ള ചോദ്യം, സിമ്പിളായിട്ടുള്ള ഉത്തരം. എനിക്ക് ഞാൻ വേണോ പറയേ. ഓ വേണ്ട. അപ്പൊ ഞാന് പറഞ്ഞോ, വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം. വേണ്ട. ഓക്കെ, ഓനും വേണ്ട, ഞാനും വേണ്ട. അയ്യോ, എനിക്ക് എന്നെയും വേണ്ട, ഓനെയും വേണ്ട. എനിക്ക് അടുത്ത ജില്ലയിലേക്ക് ചേക്കേറാൻ സമയമായി. ഈ ഒന്ന് ഒഴിഞ്ഞ വലിയ ഉപകാരമായിരുന്നു. എന്തായാലേ പെണ്ണിനൊരു പൂതി ഒക്കെ നിങ്ങൾ ഇവളെ ചോദ്യം ചെയ്യുന്നവരെ സമ്മതിക്കണം. ഓൾറെഡി ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഒഴിവാക്കി വേറൊരുത്തന്റെ കൂടെ ചാടിപ്പോയ പെണ്ണാണ്. അങ്ങനെയുള്ള ഇവിടെ എന്ത് കണ്ടിട്ടാണോ എന്തോ ഇവൻ സ്വീകരിച്ചത്? ഒരു ഭൂലോകം ഉണ്ടെന്ന് തന്നെ ഇവൻ. എനിക്ക് ഓനെ വേണോ അത് ഇന്ന വേണമെന്നൊക്കെ ചോദ്യം കേട്ടാൽ തോന്നുന്നു ഇവളുടെ ഭർത്താവാണെന്ന്. ഒരു അവിഹിത കാമുകനാണ് ഈ ചോദിക്കുന്നത്, എനിക്ക് ഇന്ന വേണോ അതോ മറ്റേ അവിഹിതത്തിന് വേണമെന്നൊക്കെ. വലിയ സംഭവമായി പോയി. ഇങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ ജീവിതത്തിൽ ഒപ്പം കൂട്ടുന്ന സമയത്ത് ആലോചിക്കണമായിരുന്നു. അതും ഈ മൊണ്ണ മുമ്പ് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവളെയും ഇവൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. രണ്ടാളും ലിവിങ് റിലേഷൻഷിപ്പിലാണെന്ന് തോന്നുന്നു. എന്തായാലും ബാക്കിയുടെ കേട്ടോ നോക്കാം. ഇതുവരെ എന്നായിട്ട് റിലേഷൻ ആയിരുന്നു? ആയിരുന്നോ? എൻ്റെ കയ്യിൽ നിന്ന് 10-40-30 രൂപ വാങ്ങിനോ? എന്നെ സ്നേഹിച്ചതിനെ കൊണ്ടല്ല എൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിയേ, എൻ്റെ ചെലവൊക്കെ നോക്കിയേ ആണോ? ആഹാ, കൊള്ളാലോ. ഓളുടെ ചെലവൊക്കെ നോക്കിയിട്ട് ഓൾക്ക് പൈസയും കൊടുത്തിക്കണ് മണ്ടൻ. എന്നിട്ടോ ആ പൈസ വാങ്ങിയിട്ട് ഓള് വേറൊരുത്തന്നെ കൂടെ കളിക്കാൻ പോയി. അടിപൊളി. എന്തായാലും ബാക്കിയിട്ട് പറഞ്ഞാട്ടെ. എത്ര വട്ടം എൻ്റെ കൂടെ കിടന്നു പറ. ഈ പസലിന്റെ വട്ടം എത്ര വട്ടം കിടന്നു? 3-4 വട്ടം. എവിടെ വെച്ചിട്ട്? ഇനി പേടിപ്പിച്ചിട്ട് പറയിക്കും എന്നൊക്കെ പറയും. അതൊക്കെ എൻ്റെ കാര്യം. എവിടെ വെച്ചിട്ട്? പെരിന്തൽമണ്ണ. ഏത്? ഈ അന്ന് പോയ ലോഡ്ജാണോ? പിന്നെ ഏത് ലോഡ്ജ്? ഏത് ലോഡ്ജ് പറയും? പറയടി. ഇതുപോലെ കേസ് കൊടുക്കും. കാരണം ആ ഞൊണ്ടി സപ്പോർട്ടാണ്. പിന്നെ നീ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വേണ്ടി അങ്ങനെയല്ലോ. ഇത് പറ, എത്ര വട്ടം എവിടെ വെച്ചിട്ട്? അല്ലെങ്കിൽ ഞാൻ തല്ലും. പറയും. തല്ലുന്നൊക്കെ എന്തിന്? ഇവിടെ തല്ലാൻ മാത്രം എന്ത് അവകാശമാണ് ഇവനുള്ളത്? കല്യാണം പോലും കഴിച്ചിട്ടില്ല. സംഭവം ശരിയാണ്. ഒരാളുമായി റിലേഷൻഷിപ്പിൽ ഇരിക്കെ തന്നെ വേറൊരുത്തന്നെ കൂടെ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 2 കിട്ടണം. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പിന്നെ ഇവളിങ്ങനെ സുഖം തേടി നടക്കുന്ന ഒരുത്തിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇവളെ എടുത്ത് ഇവൻ തലയിൽ വെച്ചത്. അപ്പൊ പിന്നെ ഇതൊക്കെ ആദ്യമേ പ്രതീക്ഷിക്കണമായിരുന്നു. തല്ലിയിട്ടൊന്നും ഒരു കാര്യമില്ല മോഞ്ഞെ. നീ ജയിലിൽ പോകുമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ബാക്കി പറഞ്ഞായിരുന്നു. മിനിയാന്ന് പോയിനാ? ഉറപ്പാണോ? മിനിയാന്ന് പോയിനോ ഇല്ലേ? പോയിക്കണോ ഇല്ലേ? പറയേ. മിനിയാന്ന് പോയിക്കണോ ഇല്ലേ? പോയി. എവിടെ വെച്ചിട്ട്? തൃശ്ശൂർ. ഏത് ലോഡിച്ചു? ഓൻ കൊണ്ടുപോയതാണ് എന്നെ. ഏത് ലോഡിച്ചെന്ന് അറിയില്ല. കല്യാണം കഴിഞ്ഞ് 2 കുട്ടിയില്ല എനിക്ക്. ഓനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ഓൻ്റെ കൂട്ടുകാർ പറഞ്ഞ വോയിസ് നീ കേട്ടില്ലേ? ഓൻ്റെ പണി ഏതാണെന്ന് കേട്ടില്ലേ? എൻ്റെ നെക്സ്റ്റ് പണി നോക്കിയവനല്ലേ? എല്ലാ എവിഡൻസും തന്നില്ലേ? ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞെന്താണ്? എന്നെ തല്ലണ കേട്ടിട്ട് അവൻ പറഞ്ഞെന്താണ്? ഈ എന്താ ചെയ്തോ? ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടി? എൻ്റെ 43,000 രൂപ 2 കൊല്ലത്തോളം ആവാനായില്ല അല്ലേ? നമ്മൾ ഈ 2 കൊല്ലം എന്നെ കൂടെ ഒന്ന് ചതിച്ചു.
വലിയ കാര്യമായി പോയി നിന്റെ ഒരു 43,000 റുപ്യ അത് പോയിന്ന് കൂട്ടിക്കോ. എന്റെ പൊന്നു മോനെ, എന്റെ കാര്യം ഓർത്ത് എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ നീ പാണ്ടിലോറിക്ക് അറിഞ്ഞുകൊണ്ട് തരച്ചു കൊടുത്തവനല്ലേ. കല്യാണം പോലും കഴിക്കാത്ത നീ ഇവളെ പോലെ ഒരുത്തിയെ കൂടെ താമസിപ്പിച്ചില്ലേ, അതിനുള്ളതാണ് നീ ഇപ്പൊ അനുഭവിക്കുന്നത്. അനുഭവിച്ചൊന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു സുമ്പതിയും എനിക്ക് നിന്നോട് തോന്നുന്നില്ല. ബാക്കി പറ മോൻ എന്തായാലും. കാല് പിടിച്ചാൻ പറഞ്ഞതാണ് എന്നോട്, എനിക്ക് ഓനെ വേണോ ഈ പൊയ്ക്കും. എന്നിട്ടും എൻ്റെ കൂട്ടാനിക്ക് വിളിച്ചെങ്ങാണ്ട് ഓനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം, വാങ്ങിച്ചു കൊടുക്കണം. ഓൻ്റെ കൂടെ മെഞ്ഞാന്ന് പോയി കിടന്നിട്ടും അല്ലേ. അപ്പം ഇജ്ജ് പറയാം, എനിക്ക് കാമത്തിന്റെ പ്രശ്നമാണ്. എന്താണ് എൻ്റെ പ്രശ്നം? പറ, ഇജ്ജെന്നെ പറ. അതൊക്കെ ഇപ്പൊ ചോദിക്കാനുണ്ടോ മോനെ? കാമം തന്നെ, അല്ലാതെ ഇപ്പൊ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ചെയ്യോ? ആദ്യം ഭർത്താവ്, പിന്നെ വേറൊരുത്തൻ, പിന്നെ നീ, അങ്ങനെ അത് കഴിഞ്ഞപ്പോ അതാ വേറൊരുത്തനും കൂടി. ഇനി ഇതിന്റെ ഒക്കെ ഇടയിൽ കൂടി വേറെ എത്രമാരുണ്ടായിരുന്നു ആർക്കറിയാം. കോമൺ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പൊ അവൾക്ക് നിന്നെയും വേണ്ട അവനെയും വേണ്ട. അപ്പൊ എന്താണ് പ്രശ്നം? കാമം, കഴുപ്പ്, അത് തന്നെ, വേറെ ഇപ്പൊ എന്ത്? ബാക്കി പറഞ്ഞാലും കോമൺ എന്താണെന്ന് വെച്ചാണെങ്കിൽ അവൾക്ക് ഇപ്പൊ നിന്നെയും വേണ്ട അവനെയും വേണ്ട. അപ്പൊ പിന്നെ അവൾക്ക് എന്താണ് പ്രശ്നം? അവളുടെ പ്രശ്നം കഴുപ്പ്, കാമം, വേറെ ഇപ്പൊ എന്ത്? ബാക്കി പറഞ്ഞാലും എനിക്ക് എൻ്റെ പ്രശ്നം എന്താണ്? കാമാണോ? എൻ്റെ വീട്ടിൽ നിന്ന് കടിച്ചു പുറത്താക്കിയല്ലേ ചാടി പോയിട്ട്. എല്ലാം അറിഞ്ഞിട്ട് തന്നെ സ്വീകരിച്ചില്ല ഞാൻ, കല്യാണം കഴിയാത്ത ഞാൻ. പൊട്ടെന്ന് പറഞ്ഞ ഭൂലോക പൊട്ടൻ. എനിക്ക് വേറെ പണിന്നില്ല ചങ്ങായി, എല്ലാം അറിഞ്ഞ് സ്വീകരിച്ചു പോലും വലിയൊരു ത്യാഗിയായിട്ട് വന്നേക്കുന്നു. ഈ ഇവളെ ചോദ്യം ചെയ്ത് വീഡിയോ പിടിച്ചതിനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവളുടെ ഭർത്താവായിരുന്നെങ്കിൽ പിന്നെയും ഓക്കെ, അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞ് ഇവളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ പിന്നെയും ഓക്കെ. ഇതിപ്പോ എന്താ നീ ഇവളെ വെച്ചോണ്ടിരിക്കുന്നു. ഇവളാണെങ്കിലോ അതിന്റെ ഇടയിൽ കൂടെ വേറൊരുത്തനെ വെച്ചോണ്ടിരിക്കുന്നു. അത്രേ ഉള്ളൂ. ഇവളെ എക്സ്പോസ് ചെയ്യാൻ മാത്രം ഒന്നുമില്ല, ഇവൾ അങ്ങനെയാണെന്നുള്ളത് ഓൾറെഡി തെളിയിച്ചതല്ലേ. ഓളുടെ പാട്ടിനിട്ടിട്ട് ഇനിയെങ്കിലും ഒരു ജീവിതം ഉണ്ടാക്കാൻ നോക്ക് ചങ്ങായി. ചുമ്മാ അവളുടെ പിന്നാലെ നടക്കാണ്. ബാക്കി പറഞ്ഞാലും അപ്പൊ എന്റെ പ്രശ്നം എന്താണ്? കാമോ? പറയാനുള്ള അവസരങ്ങളാണിത്. ഫസലിന്റെ കൂടെ സെക്സ് ഇല്ല എന്നല്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ചുമ്മാ സംസാരിക്കും, യാത്രയും. അതാണ്. അതെന്താടി നിന്റെ ആദ്യ ഭർത്താവും അതുപോലെ തന്നെ ഇപ്പൊ നിന്നോട് ചോദ്യം ചോദിക്കുന്നവനുമൊന്നും നിന്നോട് സംസാരിക്കാറില്ലേ, നിന്റെ കൂടെ യാത്ര ചെയ്യാറില്ലേ? സെക്സിന് വേണ്ടി മാത്രമല്ല, സംസാരിക്കാനും യാത്ര ചെയ്യാനും കൂടി വേണ്ടിയാണ് പുതിയ ആളുടെ കൂടെ പോയത് പോലും. ശരിയായിരിക്കും, സെക്സ് ചെയ്യാൻ വേണ്ടി ലോഡ്ജ് തേടി പോയ യാത്രയായിരിക്കും. ആ യാത്രക്കിടയിൽ സംസാരിച്ചതായിരിക്കും ഈ പെണ്ണുമ്പുള്ള ഉദ്ദേശിച്ചത്. അല്ലാതെ ഇവൾക്കൊക്കെ എന്ത് യാത്ര, എന്ത് സംസാരം? എപ്പോഴും സെക്സ് എന്നുള്ള ചിന്തയല്ലേ ഉള്ളൂ ഇവൾക്കൊക്കെ ഉള്ളത്. ബാക്കി പറഞ്ഞാലും അതില് സെക്സും ഇതിനല്ലേ നമ്മള് പറയണത് ബെഡിന്ന്. ഇത് പറയേ, ഇതുകൊണ്ട് നാട്ടിൽ എല്ലാവർക്കും കിട്ടും. എൻ്റെ ഏട്ടനിക്ക്, എൻ്റെ അമ്മക്ക്, എൻ്റെ കുട്ടിയുടെ കാണും. അന്നെങ്കിൽ തല്ലൂല. എനിക്ക് വേണ്ടിയൊക്കെ പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. എന്താ മോളെ, കണ്ണീര് അങ്ങോട്ട് വരുന്നില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ സങ്കടം നന്നായിട്ട് അഭിനയിക്കുകയാണ്. ഒരു ഇറ്റ് കണ്ണീര് പോലും വരുന്നില്ല. ഇവൾക്ക് ഇതൊന്നൊരു പുത്തരില്ലെന്ന് തോന്നുന്നു. പിന്നെ ഇവരെങ്ങനെ സീരിയസ് ആയിട്ട് ഓരോന്ന് ചോദിക്കുന്ന സമയത്ത് ചിരിപ്പിക്കാൻ പറ്റൂലല്ലോ. അവരെങ്ങാനും ഫ്രസ്ട്രേഷൻ മൂത്ത് രണ്ടെണ്ണം പൊട്ടിച്ചാലോ അത് പേടിച്ചിട്ടാണ് സങ്കടം അഭിനയിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇവൾക്ക് ഇപ്പൊ ഇതൊക്കെ ഒരു ശീലല്ലേ. ആദ്യത്തെ തവണ പിടിക്കുന്ന സമയത്ത് നല്ല പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിപ്പോ സ്ഥിരം പരിപാടിയായില്ലേ, അതുകൊണ്ട് തന്നെ പേടി ഉൾപ്പൊക്കെ പോയിട്ടുണ്ടാകും. ബാക്കി ഉണ്ടോക്കെ എന്തായാലും വേണ്ടിയൊക്കെ പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. കൂടെ ഒന്ന് ചതിക്കുമ്പോൾ ആലോചിക്കണം. എൻ്റെ FB തന്നെ അത് പോസ്റ്റ്. കൂടെ ഒന്ന് ചതിക്കുമ്പോൾ ആലോചിക്കണം രതീഷ, വേറെ ഓപ്ഷൻ ഇല്ല. എൻ്റെ ജീപ്പിൽ ഇപ്പോൾ എത്ര പൈസ ഉണ്ട്? സത്യം പറയാം, അപ്പം നോക്കും. പറയും അതിൽ കൂടുതലുണ്ടെങ്കിൽ ഫസ്റ്റിൽ പൈസ നീ തോന്നി എനിക്ക് ഉറപ്പൊന്നുമില്ല. ഞാൻ ചെക്ക് ചെയ്യും, GP ഒക്കെ എല്ലാം ചെക്ക് ചെയ്യും, വീഡിയോ എടുത്ത് ഒക്കെ ചെക്ക് ചെയ്യും. പൈസ നീ അയച്ചാ ഉറപ്പ് അയച്ചിട്ടില്ല. തിരിച്ചു കൊടുത്ത കയ്യിലുണ്ടാവല്ലോ, ഉണ്ടാവില്ല? തിരിച്ചു കൊടുത്ത ഉണ്ടാവോ? അയച്ചു കൊടുത്ത എവിഡൻസ് ആണിത്, ഉണ്ടാവോ? പറയും. തുറക്ക്, ഓഫായില്ല, നമുക്ക് ഓണാക്കാം. അങ്ങനെ കാറിലെ വിചാരണ കഴിഞ്ഞു മക്കളെ. ഇനി റൂമിലിരുന്ന് വേറെ ഏതോ പെണ്ണിനെ കൂട്ടി വന്നിട്ട് ഇവളവൻ വീണ്ടും ചോദ്യം ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. പെണ്ണാണ്, ഞാൻ ആണാണ്, രണ്ട് വ്യത്യാസമുണ്ട്. നാളെ എനിക്ക് കാരണം എല്ലാ തെറ്റും ചെയ്തും കണ്ട് നാളെ എനിക്ക് ഓൻ്റെ കൂട്ട് പിടിച്ചു കണ്ട് ഓൻ്റെ വീട്ടിൽ ഞാൻ പ്രശ്നമാക്കും. അപ്പോൾ ഓൻ്റെ കൂട്ട് പിടിച്ചും കണ്ട് എൻ്റെ അമ്മൻ്റെ നമ്പർ വരെ എനിക്ക് അയച്ചു കൊടുത്താൽ എനിക്കത് തിരിയാണ്ടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജോൻ്റെ വാപ്പക്ക് എൻ്റെ വോയിസ് അയച്ചു കൊടുത്ത് പറഞ്ഞ് ഓൻ്റെ വാപ്പ പറഞ്ഞാണ് എന്നോട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പറയിപ്പിക്കണതാണ് എല്ലാം. അപ്പോൾ അതിൻ്റെ ഒരു തെളിവായിട്ടാണ്. പറഞ്ഞോ, വയനാട് എന്താ സംഭവം പറയടി. പാലക്കാടോ?
പാലക്കാടാണ് വർക്ക് ചെയ്യുന്നത്. ഈ 3 ദിവസം ഹർത്താലിന് തലേ ദിവസം തൃശ്ശൂർ പോയില്ലേനോ? അത് ആര് റൂമാണോ? ലോഡ്ജ് ആയിരുന്നു അത്? ഫസലിന്റെ കൂടെ തൃശ്ശൂർ ഉണ്ടായിരുന്നു. അത് ആരെ? ഈ നോക്കണ്ട, എല്ലാം എന്നെ കൂടെ തത്ത ഉറപ്പിങ്ങനെ പറയിപ്പിക്കും. ഈ നോക്കിയിട്ടൊന്നും കാര്യമില്ല, ഈ ചെയ്ത തെറ്റാണ്. അത് ലോഡ്ജ് ആയിരുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും വീടായിരുന്നോ? ലോഡ്ജാണോ? പക്ഷെ ലോഡ്ജിനെ മാറില്ലല്ലോ കണ്ടിട്ട്. ഡബിൾ കട്ടിലാന്ന് ഈ ഫോട്ടോ എനിക്ക് കാണിച്ചപ്പോൾ മനസ്സിലായി. ആ, ഓനിക്ക് എങ്ങനെ അവിടെ ഇത് കിട്ടിയേ? ഓനെ അതിൻ്റെ മുമ്പ് വർക്ക് ചെയ്തേനെ അവിടെ? എന്നോട് എന്താ പറഞ്ഞ അവിടെ ഇറങ്ങാനോ? കാരണം ആദ്യം ഇയാണ് എത്തിയത് അവിടെ അല്ലേ? ആദ്യം ഇയാണ് അവിടെ എത്തിയത്. ഓ രാവിലെ വന്നതാണ് വണ്ടി എടുത്തിട്ട്. പറയേ, ആ റെയിൽവേ സ്റ്റേഷനിൽ എനിക്ക് വീഡിയോ കോൾ ചെയ്തപ്പോൾ എടുത്താൽ ഓനുണ്ടായിരുന്നോ? കള്ളം പറഞ്ഞ സ്വഭാവം മാറും. ഉണ്ടായിരുന്നോ ഇല്ലേ? പറ കുട്ടിയാ, ഉണ്ടായിരുന്നോ? ഇവർക്ക് ഗൾഫിൽ നിന്ന് വീഡിയോ കോൾ ചെയ്ത് അപ്പോൾ ഇവള് റെയിൽവേ സ്റ്റേഷനിൽ ഹർത്താൽ കഴിഞ്ഞില്ലേനോ? അപ്പോൾ ആരില്ല, തൊട്ടടുത്ത് കാമുകനാ. ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ അവസ്ഥ. എനിക്കറിയാം, ഞാൻ അവിടെ വന്നിട്ട് പച്ചത്തെറി പറയണ്ടേ, ഞാൻ പണിയിലാണ്. എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തോ നെഗറ്റീവ് ഉണ്ട്, ഞാൻ റൂം റെഡിയാക്കണ്ട പറഞ്ഞു. ഞാൻ ഓള് റൂം റെഡിയാക്കത്താണ്. എനിക്ക് എന്തോ നെഗറ്റീവ് അടിച്ചിരിക്കുന്നത്. റൂം റെഡിയാക്കി എൻ്റെ ചെല്ലിൽ ഓൾ നിൽക്കും ചെയ്യും. ഓൻ ഇവിടെ രാവിലെ വന്നിട്ട് ഓൻ്റെ കൂടെ പോവുകയും ചെയ്യും. എന്തിനാ അതിനെ കൊണ്ട് എന്നെ മാറ്റി നിർത്തി. ഓൾ എവിടെയൊക്കെ പോകണം നോക്കട്ടെ വെച്ചിട്ട്. ഓള് ഞാൻ വിചാരിച്ച പെരിന്തൽമണ്ണ ആയിരിക്കും, പക്ഷെ ഓള് നേരെ തൃശ്ശൂർ പോയി. അതിൻ്റെ 2 ദിവസം മുമ്പ് ഓള് ലോഡ്ജിൽ നിന്നീനു. പെരിന്തൽമണ്ണ ലോഡ്ജിലായിരുന്നോ? പെരിന്തൽമണ്ണ ആയിരുന്നോ? ഓക്കെ ആ ഓക്കെ. എന്നാ ഇല്ല, ആ ഈ പറഞ്ഞോ പറഞ്ഞോ. എവിടെ? ആ ഓ നാളെ രാവിലെ ഇന്റർവ്യൂ ഉള്ളതുകൊണ്ടോ ഇങ്ങനെ പോവാണ് എന്നിട്ട് പിന്നെ നാളെ എത്തുള്ളൂ എന്നുള്ളത് അതിന്റെ ടൈമും കാര്യങ്ങളും ഇന്ന് ഇറങ്ങുന്ന ടൈം പോകാൻ പറ്റും. കണ്ടിട്ടുണ്ടാവില്ല അവിടെ ഫേസ്ബുക്ക് വെച്ചിട്ടില്ലേ, മക്കളൊക്കെ പുറത്തും വേണ്ടിയില്ല അതിൽ എഴുതി വെക്കണം. ഫോൺ വെച്ച് പറഞ്ഞാലും മാഡം എന്താ ഗൾഫിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് കൂടെ ചോദിക്കും. എഴുതി വെച്ചോട്ടോ, ഓളെ അവിടെ ഇറക്കി വിടും. ഫോണിൻ്റെ അടുത്തേക്ക് ടൈം പറയും, 1 മണിക്കൂർ കൊണ്ട് എന്താക്ക് എഴുതി വെച്ച് എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ എടുത്തോ. ഞാൻ നിന്നില്ലേ കാർ നിർത്തിയേ, 1 മണിക്കൂർ എന്നെ എപ്പോഴാണ് ഇറക്കുന്നത് കറക്റ്റ് 1 മണിക്കൂറാകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും. ഞാനൊന്ന് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വരും. ഓക്കെ? അല്ല, എനിക്ക് പൈസ കിട്ടാണ്ട് എന്നെ വിടൂല മോളെ. അതിന് എൻ്റെ ബാപ്പ എൻ്റെ ഉമ്മ അറിഞ്ഞാലും ഞാൻ പൈസ കിട്ടാണ്ട് ഞാൻ വിടൂല. എന്നെ തല്ലാനോ കൊല്ലാനോ നിൽക്കൂല. നേരത്തെ തല്ലിയത് ഓൻ്റെ വർത്താനം കൊണ്ടാണ്. അയ്യ കേട്ടല്ലോ, ഓൻ്റെ വൈഫ് പറയാണ് എൻ്റെ അക്കാക്ക് ഓളെ കൂടെ പോയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല, എനിക്കെന്താ പ്രശ്നമാണ്. ആഹാ, കൊള്ളാലോ. പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് ഇവളുടെ പുതിയ കാമുകന് വേറെ ഭാര്യയൊക്കെ ഉണ്ട്. തന്റെ ഭർത്താവിന് ഇവളുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം അവൾ അറിഞ്ഞിട്ടുമുണ്ട്. ഈ ചോദ്യം ചെയ്തവനാണ് അവളെ അറിയിച്ചതെന്ന് തോന്നുന്നു. അപ്പൊ അവന്റെ ഭാര്യ അവനോട് പറഞ്ഞു പോലും, എന്റെ കെട്ടുവിന് ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ കിടന്നിട്ട് അതിനിപ്പോ നിനക്ക് എന്താന്നൊക്കെ. പാവണ്ട് ഇവന്, ചമ്മി പോയി കാണും. എന്തായാലും അവീത യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാവരും ഒന്നിനൊന്നും മെച്ചം തന്നെ. എന്തായാലും ഇതിന്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ടല്ലോ, എന്റെ ഉപ്പയും ഉമ്മയും അറിഞ്ഞോട്ട് എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ. അപ്പൊ വീട്ടുകാരൊന്നും അറിയിക്കാതെയാണ് ഇവൻ കഴിഞ്ഞ 2 കൊല്ലം ഇവളെയും കൊണ്ട് നടന്നത്. ആഹാ, ബെസ്റ്റ്. എന്നിട്ടാണ് ഇവന് CBI ചോദ്യം ചെയ്യുന്ന പോലെ അവള് ചോദ്യം ചെയ്യുന്നത്. കൊള്ളാം. എന്തായാലും ഒന്നും പറയാത്തതാണ് നല്ലത്. എന്തായാലും ബാക്കിയൂടെ കണ്ടോക്കാം. ഞാൻ താണ്ട എനിക്കൊരു പ്രശ്നമില്ല, ഇത് ഓക്കെ ഞാൻ കൊടുക്കണമെങ്കിൽ തല്ലാണ്. എനിക്കെന്താ, ഞാൻ അതാ കൊടുക്കുന്നുണ്ട്, എന്താ വെച്ചാൽ കട്ടിക്കോ. ഓക്കെ? എൻ്റെ ആരെയും ഞാൻ എന്നെ കള്ളവടി വെക്കാൻ പറ്റുന്നോ? എൻ്റെ ആരെയും ഞാൻ ആരായിരുന്നു? അല്ലെങ്കിൽ ഞാൻ വേറെ കല്യാണം പെണ്ണും കുട്ടികളൊക്കെ ആയിട്ട് ജീവിച്ച് എന്നെ ഇങ്ങനെ കീപ്പായിട്ട് കൊണ്ടെടുക്കുന്നതാണ്. എൻ്റെ ആരെയും ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ അവൾക്ക് ചിലപ്പോൾ ഉത്തരം പറയാൻ പറ്റിയെന്ന് വരില്ല. കാരണം അവൾക്ക് തന്നെ കുറെ കാമുകന്മാരുണ്ടല്ലോ. സോ കൺഫ്യൂഷൻ അടിച്ച് കാണും. പക്ഷെ ഞാൻ പറഞ്ഞുതരാം, അവളുടെ 5-6 കാമുകന്മാരിൽ ഒരാൾ. അവൾക്ക് പൈസ ആവശ്യമുള്ളപ്പോൾ പൈസയും ശരീരത്തിന് സുഖം വേണ്ടപ്പോൾ അതും കൊടുക്കുന്ന ഒരാൾ. അതായിരുന്നു നീ, അത് മാത്രമായിരുന്നു നീ അവൾക്ക്. അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ എന്തോ ആണ് നീ എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നിനക്ക് തെറ്റി. അതുകൊണ്ട് നീ വലിയ കാര്യം പോരെ. നിനക്ക് ഞാൻ ആരായിരുന്നു എന്നൊക്കെ ചോദിച്ച് സെന്റ് അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല മോനെ. ബാക്കി പറഞ്ഞാലും അപ്പൊ അതൊക്കെ വിട്ട് നഷ്ടം എനിക്ക് തന്നെയാണ്. എനിക്കിപ്പോ സമാധാനം ഉണ്ട്. ഇനിയെങ്കിലും എനിക്ക് അവിടെ പോകുമ്പോൾ സമാധാനത്തോടെ ജീവിക്കാനോ. എന്നെ ഇങ്ങനെ 24 മണിക്കൂർ ഓൺലൈനിൽ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ എനിക്ക് ജയിക്കണം, എനിക്ക് ആ പൈസ വാങ്ങണം. അല്ലെങ്കിൽ ഞാൻ ഓൻ്റെ ഇടയിലും പൊട്ടനായി പോകും, ഫസലിൻ്റെ ഇടയിലും പൊട്ടനായി പോകും. അതിന് ഈ പൊട്ടനാവാൻ ഇനി ബാക്കിയൊന്നുമില്ല. ഈ ഭൂലോക പൊട്ടനാണെന്ന് ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പൊട്ടനാവാനാണ്. പൊട്ടാ. ബാക്കി പറഞ്ഞാലും ഇനി ഓന് തീറ്റി പോട്ടെ തന്നെ. ഒരാളെ അണ്ടറിൽ നിൽക്കും. അത് കല്യാണം കഴിയട്ടെ, കിളവനാവട്ടെ, ആരാവട്ടെ, അതൊക്കെ നോക്കും. അത് ഓള് കൊടുക്കേണ്ടി കൊടുത്താലും ഒക്കെ നോക്കും. അത് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ നോക്കും. അതൊക്കെ നോക്കടി. ഇതിനും പറഞ്ഞതല്ലേ. ആ
അപ്പൊ അതെന്തായാലും അവിടെ പ്രശ്നമാവും. ഇതുവരെ ഓന്റെ വൈഫിനോട് ഓൻ പല നുണകളും പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു നിന്നത്. ഈ തെളിവ് പക്ഷെ വൈഫ് സമ്മതത്തോടെ, കാരണം ഓക്ക് പറ്റാത്ത കാര്യങ്ങൾ വേറൊരു പെണ്ണിലൂടെ ഏതൊരു പെണ്ണായാലും ഇപ്പൊ ഞാൻ എന്റെ വിദ്യാഭ്യാസം വേറൊരു പെണ്ണിന് കൂടെ കാണാൻ ഒരിക്കലും എനിക്കത് ഉൾക്കൊള്ളാൻ അതിനൊരു കാര്യമില്ല. പക്ഷേ ഞാൻ എന്തോ ആയിരിച്ച് നിൽക്കൂ എന്റെ ചിലപ്പോ അതായിരിക്കാം. എനിക്ക് പ്രശ്നമില്ല. അതെന്താ വെച്ചാൽ എന്റെ ഹസ്ബൻഡ് എന്നോട് വന്നിട്ട് പറയണേ അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണെന്ന് അറിയുമ്പോൾ ഞാൻ ആ ഒരു സത്യത്തിന് മുകളിലേക്ക് ഞാൻ മൂപ്പരെ വിശ്വസിക്കുന്നത്. മൂപ്പര് എന്നോട് നുണ പറയുന്നില്ല ഉള്ളതിൽ. ഇപ്പൊ ഈ അയച്ചു കൊടുത്ത തെളിവുകൾ ഓന്റെ വാർത്ത എന്തായാലും വീട്ടിലിത് കാണിക്കാണ്ട് കൂടാ. പ്രത്യേകിച്ച് ഇപ്പൊ പറഞ്ഞു ഓന്റെ വൈഫ് ഇങ്ങനെയാണ് സംസാരിച്ചത്. അപ്പൊ ഓരോ നായകർക്ക്. പക്ഷെ അതില് ഈ പാത്തൂന്ന് അടിച്ച ഇത് ആയതാണ് ലതീഷ, അതൊന്ന് പറഞ്ഞോണ്ടാ. ഇത് ഫസലിന്റെ നമ്പറാണോ അതെനിക്ക് പറഞ്ഞോണ്ടാ. അത് കറക്റ്റ് പറയണം. ആരാണത്? ഫസലാണോ? ഫസലാണോ? അല്ലെങ്കിൽ എനിക്ക് അതൊരു ക്ലാരിറ്റി വരുത്തണം. ഫസലാണോ വേറെ ആരെങ്കിലും ആണോ? നമുക്ക് പെരിന്തൽമണ്ണ കുറേ കോണ്ടാക്ട് ഉള്ളതാണ്. അത് പറയും വെറുതെ. അത് ഞാൻ ഇനി ഫസലിന്റെ വാപ്പൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇതാരാണ് ഈ പാത്തൂന്ന് അടിച്ചത് ആരാണ്? ഫസലിന്റെ പുതിയ നമ്പറാ? ഓലെ വൈഫിന് അറിയാം നമ്പർ? അല്ല, അത് വില സീക്രട്ട് റിലേഷൻ അല്ലേ ഈ പാത്തും ഉള്ളത്? ഫസലാണ്, ഉറപ്പാണ് ഫസലാണല്ലേ അത്? ഓക്കെ. ഇതെന്താ നമ്പർ കാണാത്ത? നമ്പർ എങ്ങനെ എടുക്കാം? അങ്ങനെ നമ്പർ എടുത്ത് കാണിച്ചോണ്ടാ. എവിടെ എവിടെ നമ്പർ എവിടെ? നമ്മൾ പിന്നെ ഇങ്ങനത്തെ ക്രിമിനൽ മൈൻഡ് ഇല്ലാത്തതിനെ കൊണ്ട് അറിയില്ല. പക്ഷെ എൻ്റെ കോണ്ടാക്റ്റിൽ ഒന്ന് പോകും പാത്തൂന്ന്. എൻ്റെ കോണ്ടാക്ട് എടുക്കുക, ഒഴിവാക്ക് കോണ്ടാക്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഓൻ ബുദ്ധിയുള്ളവനാ. പാത്തു അടി PA അതാണ്ട്. അതിൽ താഴത്ത് വാട്സപ്പ് നിൽക്ക്, നമ്പർ ഉണ്ടല്ലേ? 226. ഓക്കെ, വാട്സപ്പ് നിൽക്ക്. വാട്സപ്പ് നിൽക്കാൻ പറയുമ്പോൾ കോളല്ല, കട്ടാക്ക്. വാട്സാപ്പ് ചാറ്റ് മെസ്സേജ് ഫസ്റ്റത്തെ നിൽക്ക്. യെസ്, ഓക്കെ. എന്താണ് ഇങ്ങോട്ട് ക്യാമറക്ക് കാണിച്ചു പോവാവേ. എൻ്റെ ആ മുഖം കാണട്ടെ. താഴത്തേക്കാക്ക്. എൻ്റെ കൈ ഉണ്ടെന്ന് താഴത്തേക്കാക്ക മെസ്സേജൊക്കെ. താഴത്തേക്കാക്കടി മെസ്സേജ്. പൊട്ടം കളിക്കല്ലടി. അയ്യോ, മെല്ലെ മെല്ലെ ഇതിൽ കാണണ്ടേ, വായിക്കണ്ടേ. ലൊക്കേഷൻ അയച്ചു കൊടുത്തില്ല? അത് എവിടുത്തെ ലൊക്കേഷനാ? ആ മെസ്സേജിൻ്റെ ഫോർവേഡ് ഈ അയച്ച വോയിസ്. മെല്ലെ മെല്ലെ ഈ അയച്ച എല്ലാ വോയിസിൻ്റെ ഒന്ന് ഫോർവേഡ് ചെയ്യും. മെല്ലെ താത്ത്. അത് ഒന്ന് നിൽക്ക്, ഫോർവേഡ് ചെയ്യും. നിൽക്ക്. ഓക്കെ. ഇനി താഴത്തേക്ക് ഫോർവേഡ് ചെയ്യല്ലേ? താഴത്തേക്കാക്ക്. അതും മേലേക്കാക്കും. അതാണ് ലൊക്കേഷൻ്റെ താഴത്ത്. പിന്നെന്താ ഈ HIV ഒക്കെ അയച്ചു കൊടുത്തത്? തിരുവനന്തപുരം കൂടുതൽ HIV ഉണ്ട് പറഞ്ഞിട്ട് ഓൻ തിരുവനന്തപുരം ഉള്ളതിനെ കൊണ്ടാ? ഓക്കെ, സാരില്ലേ, പോട്ടെ. പേടിയുണ്ടോ ഓക്ക്? ഫോർവേഡ് ചെയ്യും. ആരാണ്? സബി. ഒറ്റ മിനിറ്റ്. സബി മോളെ. ഫോർവേഡ് ചെയ്യും. ഇന്ത്യയിലേക്ക് പ്രാന്തൻ. ഇതിൽ കാണട്ടെ വാവേ. ഫോർവേഡ് ചെയ്യും. നിൽക്ക്. വെയിറ്റാക്ക് സെൻഡ് ആവട്ടെ. എവിടക്ക് വെയിറ്റാക്ക്. എൻ്റെ അടുക്ക് സബിനോട് വെയിറ്റാക്ക്. എൻ്റെ അടുക്ക് 1 ടൈം ആയിട്ട് ഡിലീറ്റ്. ഐ മീൻ എവരി വൺ അല്ല, ഡിലീറ്റ് അടിക്ക്. എല്ലാം ഡിലീറ്റ് അടിക്ക്. ഞാൻ പറഞ്ഞുതരാം. താഴത്ത് ഫോർ മീ. മറ്റേവള് നീ സബിനെടുക്ക്. ഞാനാണ്. യെസ്, അതങ്ങനെ നമ്മളെ ബന്ധം. ആഹാ, കൊള്ളാല്. ഇവര് തമ്മിൽ തല്ല് കൂടുമ്പോൾ മെസ്സേജ് അയക്കാൻ ഒരു നമ്പർ. അത് ഇവള് സേവ് ചെയ്ത് വെച്ചേക്കുന്നത് എന്താണ്? അത് ഇവള് സേവ് ചെയ്ത് വെച്ചേക്കുന്നത് ഭ്രാന്തൻ എന്നാണ്. അതുപോലെ തന്നെ സ്നേഹം കൂടുമ്പോൾ മെസ്സേജ് അയക്കാൻ വേറൊരു നമ്പർ, അത് സേവ് ചെയ്ത് വെച്ചേക്കുന്നത് മൈ ഹാർട്ട് എന്നാണ്. അസല് കലിപ്പുരം കാന്താരി തന്നെ. എന്തൊരു ക്രിഞ്ചാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെ ഓവറാക്കുന്ന പെണ്ണുങ്ങൾ ആദ്യം സംശയിക്കണം. എന്തായാലും പോയപ്പോ ആർക്ക് പോയി? ഇവനും പോയി. ഇവനെ 43,000 റുപ്യം പോയി. ഇത്രയും കാലം ഓളെ തീറ്റി പോറ്റിയ പൈസ വേറെയും. മറ്റാൾക്ക് ഇപ്പൊ എന്ത്? ഇതൊന്നും പുത്തരില്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇതെല്ലാം ഒന്ന് കെട്ടെടുക്കുമ്പോൾ ഇവള് വേറൊരുത്തന്റെ കൂടെ പോകും. അത് മടുക്കുമ്പോൾ അടുത്ത ആള് തേടി പോകും. യാത്രയൊക്കെ ചെയ്ത് സംസാരിച്ച് അങ്ങനെ സുഖിച്ച് ജീവിക്കും.
ജീവിച്ചോളും. നല്ല സുഖം തന്നെ അല്ലേ? എന്താ ഇപ്പൊ ഇതിനൊക്കെ പറയാ? സത്യം പറഞ്ഞതൊക്കെ കാണുമ്പോൾ ചിരി വരും, അതുപോലെ തന്നെ സങ്കടവും വരും. സ്വന്തം ജീവിതം വെച്ച് ഓരോരുത്തർ കളിക്കുന്ന കളി നോക്കണം നിങ്ങള്, ഒന്നും പറയണ്ട. ഇപ്പൊ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പിരിയുന്നതിന് ഒരു തെറ്റുമില്ല, പക്ഷെ ആ ബന്ധം പിരിയാൻ ധൈര്യമില്ല. എന്നാലും അതിന്റെ ഇടയ്ക്ക് കൂടെ അവീതം ഉണ്ടാക്കാൻ നല്ല ധൈര്യമായിരിക്കും. അതാണ് അവസാനം എല്ലാം കുഴപ്പത്തിൽ ചെന്ന് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ണർ അടുത്തു നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്നേഹവും കെയറിങ്ങും ഒന്നും കിട്ടുന്നില്ല എങ്കിൽ മാന്യമായിട്ട് ആ ബന്ധം അവസാനിപ്പിക്കാമല്ലോ. അതിന് പകരം എന്തിനാണ് നിങ്ങൾ ഒരാളെ ചതിക്കാൻ നിൽക്കുന്നത്? ഇങ്ങനെ കഷ്ടപ്പെട്ട് അവീതമൊക്കെ ഉണ്ടാക്കാൻ നിന്നിട്ട് അവസാനം എന്താണ് നേടിയത്? ജീവിതം തന്നെ അങ്ങോട്ട് കോഞ്ഞാട്ടായില്ല. സ്വന്തം ജീവിതം മാത്രമാണോ? നിങ്ങളുടെ വീട്ടുകാരുടെയും ജീവിതം നിങ്ങൾ കാരണം നശിച്ചു. ഒരു നേരത്തെ ശരീര സുഖത്തിന് വേണ്ടി എന്തൊക്കെയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയതെന്നൊന്നും ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ആരെങ്കിലും ഇനി ഇതുപോലെ അവീതം ഉണ്ടാക്കാൻ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പുന്നാര മക്കളെ നിർത്തിക്കോ, ഇവിടെ വെച്ച് നിർത്തിക്കോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ ജീവിതം കോഞ്ഞാട്ടായി പോകും. അത്രേ തൽക്കാലം എനിക്ക് ഇവിടെ പറയാനുള്ളൂ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക് വീണ്ടും കാണാം.